യുവതലമുറയിൽ പലരും പല ലഹരികളും ഉപയോഗിക്കുമ്പോൾ ഭക്തിപരമായിട്ടുള്ള പല മ്യൂസിക് മിക്സ് ചെയ്തിട്ട് കേൾക്കലാണ് അവരുടെ മറ്റൊരു ലഹരി. അല്ല, ആദ്യത്തെ വാക്കെടുക്കണം. ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മളെ മറന്നു പോകുന്ന എന്തോ ഒരു വസ്തുവാണ്. ആ വസ്തുവിനോടല്ല നമുക്ക് അഡിക്ഷൻ, ആ അവസ്ഥയോടാണ് നമുക്ക് അഡിക്ഷൻ. നമ്മളെ മറക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്, അതിനെ സഹായിക്കുന്ന എന്തും നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരം വസ്തുക്കൾ, ലഹരി വസ്തുക്കളാവട്ടെ, മദ്യമാവട്ടെ, മയക്കുമരുന്നാവട്ടെ, ഇത് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമ്മൾ അറിഞ്ഞാൽ പോലും നമ്മൾ അതിനെ സ്വീകരിക്കും. ഇതിൻ്റെ കൂടെ ഭക്തി മിക്സ് ചെയ്യുന്നതാണ്. അത് കുറച്ച് കാലമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. ശിവൻ വരെ വലിച്ച സാധനമാണ് ബ്രോ. ശിവൻ ബാങ്കിന്റെ ഈശ്വരനാണ് എന്നാണ് പറയാം. ശിവ ഇസ് ദ ലോർഡ് ഓഫ് ബാങ്ക്. വെൻ ശിവ യൂസസ് ഇറ്റ്, ശിവ ഇസ് ദ ലോർഡ് ഓഫ് ബാങ്ക്. ബട്ട് വെൻ യു യൂസ് ഇറ്റ്, ബാങ്ക് ഇസ് ദ ലോർഡ്. നിങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാങ്കാണ് നിങ്ങളെ ഈശ്വരൻ. മദ്യം നിങ്ങളെ കുടിക്കുകയാണോ, നിങ്ങൾ മദ്യത്തെ കുടിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ്. ലാലേട്ടൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ലാലേട്ടൻ വേറൊരാളായിട്ട് നമുക്ക് തോന്നുകയില്ല. അദ്ദേഹം അത്രയും സിങ്ക് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക. പലപ്പോഴും അദ്ദേഹത്തിന് തീരുമാനം എടുക്കാനുള്ള സമയത്ത് പോലും അദ്ദേഹം നമ്മളോട് ചോദിക്കും, ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്താലോ. ആളുകൾ പറയാ ഇത് ലാലേട്ടനെ പുകഴ്ത്താൻ വേണ്ടി പറയാണ്. എനിക്കിപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടോ, അദ്ദേഹത്തിന് എൻ്റെ പുകഴ്ത്തൽ കേട്ടത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പാടില്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. നമ്മുടെ ഷോയിലൂടെ ഓരോ ദിവസവും ഓരോ അതിഥികൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ അതിഥീനെ നമുക്ക് ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് എന്താ പറയുക, എഴുത്തുകാരൻ, ഗവേഷകൻ, മലയാള സിനിമയുടെ ഗതി മാറ്റാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ വരെ എഴുതിയ ഒരുപാട് വിശേഷണങ്ങളുള്ളത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. നമ്മുടെ സ്വന്തം രാമാനന്ദ് സാറാണ്. നമസ്കാരം സാർ, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കും. നമ്മുടെ ഇപ്പോൾ കൊച്ചിയിലൊരു നമ്മുടെ ഈ വരുന്ന ശിവരാത്രിക്ക് വലിയൊരു ഇവന്റ് നടക്കാൻ പോകുന്നു, വേവ്സ് ഓഫ് ഹിൽസ്. അപ്പോൾ എന്താണ് അതിൻ്റെ അത് സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ശങ്കരാചാര്യ കൃതിയായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ ഉള്ള ആഘോഷമാണ്. അപ്പോൾ രാവിലെ ഒരു 9 മണി മുതൽ രാത്രി 10:30 വരെ വിവിധ പരിപാടികളോട് കൂടിയുള്ള ഒരു ആഘോഷമാണ്. വിവിധ പരിപാടികൾ എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നവാവരണ കീർത്തനം എന്ന് പറയും. നമ്മുടെ മുത്തുസ്വാമി ദീക്ഷിതർ ശ്രീചക്രത്തെ ആസ്പദമാക്കി നവാവരണ കൃതികൾ എഴുതിയിട്ടുണ്ട്. ശരി. എല്ലാ സംഗീതജ്ഞർക്കും താല്പര്യമുള്ള ഒന്നാണ്. പാടി കേട്ടിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പം. അത് സംഗീതമായിട്ട് പല സ്ഥലത്തും ആവിഷ്കരിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തീം ശ്രീചക്രം എന്ന് പറയുന്ന ആ ഒരു താന്ത്രിക മണ്ഡലം, അതിൻ്റെ ഒരു ആവരണങ്ങൾ എന്ന് പറയും. അതിൻ്റെ മണ്ഡലത്തിൻ്റെ സർക്കിൾസാണ്. ആ മണ്ഡലത്തെക്കുറിച്ച് അങ്ങനെ 9 ആവരണങ്ങളാണ്. ആ 9 ആവരണങ്ങളെക്കുറിച്ച് മുത്തുസ്വാമി ദീക്ഷിതർ ഓരോ ആവരണത്തിലെയും കുറിച്ച് പാടിയിരിക്കുക. അപ്പോൾ അതൊരു വലിയ കൃതിയാണത്. സംഗീതജ്ഞർക്കൊക്കെ വലിയ താല്പര്യമുള്ള കൃതിയാണ്. അപ്പോൾ അത് കൃതിയായിട്ട് കേട്ടിട്ടുണ്ടാവും. ഈ ആവരണത്തെ പൂജ ചെയ്യാറുണ്ട്. ഈ ആവരണത്തിന്റെ പൂജയും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് രണ്ടും കൂടി മെർജായിട്ട് ഒരു പരിപാടി ആദ്യമായിട്ടാണ്. അപ്പോൾ ആവരണത്തെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നവാവരണ കൃതികൾ പാടുന്ന ഒരു ആധ്യാത്മികമായ ഒരു പരിപാടി. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. ശരി. അതിനുശേഷം മൂകാംബിക ക്ഷേത്രത്തിൽ ഒരു 11 മ്യൂറൽ ചിത്രങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. 2 ആർട്ടിസ്റ്റുകളാണ്. ഒരാൾ അമേരിക്കക്കാരനാണ്, ഏകഭൂമി ചാൾസ് എല്ലിക് എന്ന് പറയും. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. മിഥുൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ആർട്ടിസ്റ്റ്. ഇവർ രണ്ടുപേരും ചേർന്ന് മൂകാംബിക ക്ഷേത്രത്തിലെ 11 ചിത്രങ്ങൾ അവർ വരച്ച് സമർപ്പിക്കുന്നുണ്ട്. വലിയ ചിലവ് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് ഇവരെന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു യാത്രക്കിടയിൽ ഞങ്ങൾ മൂകാംബിക യാത്ര ഒരുമിച്ച് പോയി ലാലേട്ടൻ്റെ കൂടെ. ആ സമയത്ത് ലാലേട്ടൻ ഞാൻ സംസാരിക്കുന്നത് ഫോണിൽ അടുത്തിരുന്നപ്പോൾ കേട്ടതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് എന്താ പരിപാടി എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളാണ്, അവരിങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലിക്കിനൊക്കെ ലാലേട്ടൻ അറിയാം, ഇതിന് മുമ്പേ പേരൊക്കെ പറഞ്ഞറിയാം. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ ഷൂട്ടിന് പോയപ്പോൾ എല്ലിക്ക് കാണാൻ വരാനൊക്കെ ഇരുന്നാണ്. ആ സമയത്ത് പക്ഷെ ആ സമയത്ത് കണ്ടില്ല. ഈ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരുടെ ഈ പ്രൊജക്റ്റ് വലിയ ചിലവ് വരുന്നത്. ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ സ്പോൺസേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ ലാലേട്ടൻ ചോദിച്ചു അവർക്ക് സ്പോൺസർ ആയോ? ഞാൻ പറഞ്ഞു ഇതുവരെ ആയിട്ടില്ല, എന്നാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. വലിയൊരു ചിലവ് വരുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂകാംബിക ക്ഷേത്രത്തിന് എൻ്റെ വക ഉള്ള ഒരു സമർപ്പണമാണ്. അപ്പോൾ ആ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ചിത്രത്തിൻ്റെ നേത്രോന്മീലനം, മെഴു തുറക്കൽ നമ്മുടെ പരിപാടിയിലാണ് നടക്കുന്നത്. അപ്പം ലാലേട്ടൻ ആ പരിപാടിക്ക് ഉണ്ടാവും. അദ്ദേഹമാണ് അത് ചെയ്യുന്നുണ്ടാവുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൗന്ദര്യലഹരി മ്യൂസിക്കൽ നൈറ്റാണ്. സൗന്ദര്യലഹരി DJ എന്നാണ് ഞങ്ങൾക്ക് വിളിക്കാൻ താല്പര്യം. മനഃപൂർവ്വം അങ്ങനെയാണ്. അപ്പോൾ ഭക്തി പലപ്പോഴും DJ പ്ലസ് ലഹരി എന്നുള്ളൊരു കോംബോ ഉണ്ടല്ലോ പൊതുവേ പോകുന്നത്. ഭക്തി ഒരു ലഹരിയാണ്. ഇൻഫാക്ട് ഭക്തി ലഹരിയുടെ കൂടെ DJ എങ്ങനെയാണ്? അപ്പം അതൊരു പരീക്ഷണമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കോൺസെപ്റ്റ് വരുമ്പോൾ
വിവാദം എന്ന് പറയുന്ന സംഭവം ഒരു സൈഡിൽ എന്തായാലും ഉണ്ടാവും. അത് എല്ലാവർക്കും അറിയാം. ഇത് ഉറപ്പാണ് ഒരു വലിയൊരു ചർച്ചയിലേക്ക് എത്തും. ആ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടോ? വിവാദം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് ഒരു പുതപ്പിട്ട് കിടന്നുറങ്ങണം. അല്ലാതെ നമ്മൾ പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ വിവാദം ഉണ്ടാവും. വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് വിവാദം ഉണ്ടാക്കുന്നവരുടെ പണി. പരിപാടികൾ ചെയ്യാന്നുള്ളത് നമ്മുടെ ജോലിയാണ്. അതൊക്കെ അവിടെ നടന്നോട്ടെ. പക്ഷെ നമ്മൾ പ്രോഗ്രാമിലാണ് ശ്രദ്ധിച്ചേക്കുന്നത്. പിന്നെ വിവാദങ്ങൾ ഒരു കണക്കിന് ഗുണമാണ്. വിവാദങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് പേര്, എല്ലാവരും വിവാദം ഫോളോ ചെയ്യുന്നവരല്ല, ചില ആളുകളെങ്കിലും ബുദ്ധിയും ബോധമുള്ള മനുഷ്യൻ ഒരാളെക്കുറിച്ച് മോശം പറയുകയോ ഒരു കാര്യത്തെക്കുറിച്ച് മോശം പറയുകയും ചെയ്താൽ ഇതിന് വേറൊരു വശം ഉണ്ടോ എന്ന് ചിന്തിക്കും. തീർച്ചയായും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയും ബോധമുള്ള മനുഷ്യൻ, അല്ലേ? അയാൾ എന്ത് നോക്കുന്നുണ്ടാവും, ഇതെന്താണ് യഥാർത്ഥത്തിൽ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ അറിയാൻ വിവാദം ഇതാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യട്ടെ, ഒരു പ്രശ്നപരിഹാരത്തിന് ഏറ്റവും നല്ലൊരു വിവാദമാണോ സംവാദമാണോ? സംവാദമാണ്. തീർച്ചയായും സംവാദം. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സംവാദമാണ്. കാരണം അവിടെ മാത്രമേ തുറന്ന ചർച്ചയുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലൊരു ചിന്ത വെച്ച് കൊണ്ട് നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു പ്രജുഡിസ് ഉണ്ട്, അതിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. അപ്പോഴാണ് വിവാദം ഉണ്ടാവുന്നത്. ഊഹാപോഹങ്ങളാണ് വിവാദത്തിൻ്റെ കാരണം. നമുക്ക് ഊഹിക്കാനുള്ള അവിടെ അങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. അവിടെ അങ്ങനെയാണോ എന്ന് നമ്മൾ നോക്കിയിട്ടില്ല. അയാൾ ഇങ്ങനെ ആയിരിക്കും. ഊഹം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയും കൂടിയല്ലേ? അതെ, ഊഹം തന്നെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ധാരണയില്ലായ്മയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് ധാരണ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ അയാൾ ഇങ്ങനെയായിരിക്കും ആദ്യമേ ചിന്തിക്കുകയും അയാളെക്കുറിച്ച് ചിലപ്പോൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്നിട്ട് പറയും, ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരാളെ അല്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരാളാണല്ലോ, നിങ്ങൾ ശരിക്കും നല്ലൊരാളാണല്ലേ. ചില ആളുകളോട് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ആളെ അല്ല. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത്, സത്യം നിങ്ങൾ എന്തിനാണ് എന്നെക്കുറിച്ച് വേറെ പ്രതീക്ഷിച്ചത്? തീർച്ചയായും നിങ്ങളോട് ആരാണ് എന്നെക്കുറിച്ച് നല്ലതോ ചീത്തതോ പ്രതീക്ഷിക്കാൻ പറഞ്ഞത്? ഓപ്പണായിരുന്നൂടെ? അയാളെ പരിചയപ്പെട്ടിട്ട് തീരുമാനിക്കുക അയാൾ നല്ല ആളാണോ മോശം ആളാണോ എന്ന്. നമ്മൾ എന്തിനാണ് അയാൾ നല്ല ആളാണെന്നും മോശം ആളാണെന്നും ആദ്യമേ ചിന്തിക്കുന്നത്. അതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അതെ. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ലാസ്റ്റത്തെ ഈ മ്യൂസിക് ഈ ഡി ജെ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വിവരണം? സുദീപ് പാലനാടാണ്. സുദീപ് പാലനാടിനെ അറിയാമല്ലോ. ദീപ പാലനാട്, സുദീപ് പാലനാട് വളരെ പ്രസിദ്ധരായിട്ടുള്ള യുവാക്കളുടെ ലഹരിയാണ്. അതെ. അപ്പം രസം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു വലിയ മ്യൂസിക്കൽ ബാൻഡിനെയാണ് ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരു മ്യൂസിക്കൽ ബാൻഡ് എന്ന് പറയുമ്പോൾ ആരെയായിരുന്നു ആദ്യം? പേര് പറയാൻ പറ്റുമെങ്കിൽ? പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ബ്രോദാവിയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ അത് ആ സമയത്ത് ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഉറപ്പായിട്ടും കൊച്ചിയിൽ അങ്ങനെ പരിപാടി ചെയ്യും. സൗന്ദര്യലഹരി ബേസ്. കാരണം ബ്രോദാവി ഈ സൗന്ദര്യലഹരിയിലെ ഒരു ജിംഗിൾ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, അവിദ്യാന മന്ദസ്തിമിര എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രം എടുത്തിട്ട് കേൾക്കണം. അത് ഭയങ്കര രസമുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അത് കേട്ടപ്പം എൻ്റെ കൂടെ സച്ചിൻ ഉണ്ട്. സച്ചിനാണ് എൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ സച്ചിൻ എനിക്ക് പണ്ട് അയച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ ഭാഗം വളരെ ക്യാച്ചിയാണ്. എന്ന് വെച്ചാൽ ഒരു ശ്ലോകം, ഒരു മന്ത്രം, ഒരു മ്യൂസിക്കിൻ്റെ പശ്ചാത്തലത്തിൽ, അതും ഇങ്ങനെ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ പശ്ചാത്തലത്തിൽ വരുമ്പം അത് എത്ര നമ്മളെ ഇൻട്രസ്റ്റഡ് ആക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രോദാവിയെ വിളിച്ച് സൗന്ദര്യലഹരി മാത്രം ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് വരാനൊക്കെ കുറച്ച് ടെക്നിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. ആ സമയത്താണ് സുദീപിനെ വിളിക്കുന്നത്. സുദീപ് എൻ്റെ സുഹൃത്താണ്. ഞാൻ പുള്ളിയെ സുദീപേട്ടാന്നും പുള്ളി എന്നെ രാമേട്ടാന്നാണ് വിളിക്കുക. അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പം ഞാൻ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു പരിപാടി ഇടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൗന്ദര്യലഹരി ഞാൻ ഇവിടെ എത്ര നേരത്തെ പറഞ്ഞത് ശരിയാണോ, സൗന്ദര്യലഹരി കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ്. കറക്റ്റായിട്ട് നിങ്ങൾ അപ്പോഴാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ആകസ്മികമായി സംഭവിച്ചൊരു കാര്യമാണ്. ഈ ഒരു കാര്യം, ഇപ്പോൾ ഈ മ്യൂസിക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഭക്തി ഒരു ലഹരിയാണെന്ന് പറയുന്ന പോലെ ഈ മ്യൂസിക്കും ഒരു ലഹരിയാണ്. ചില സിറ്റുവേഷനുകൾ നമ്മളെ മാറ്റിയെടുക്കുന്നത് ചിലപ്പോൾ ചില മ്യൂസിക് കൊണ്ടായിരിക്കും. പലരും പല ഡിപ്രഷൻ സ്റ്റേജുകൾ, അവർ അവകാശപ്പെടുന്ന ഡിപ്രഷൻ സ്റ്റേജുകളിൽ നിന്ന് മാറാൻ വേണ്ടി മ്യൂസിക് യൂസ് ചെയ്യാറുണ്ട്. ഈ ഭക്തിയും മ്യൂസിക്കും മിക്സ് ചെയ്തിട്ട് പല രീതിയിൽ അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അതെ. ഇപ്പോൾ ഒരു കൂട്ടം, ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ അതിൻ്റെ അടിയിലൊന്ന് ചീത്ത വിളിക്കുമായിരിക്കും. യുവതലമുറയിൽ പലരും പല ലഹരികളും ഉപയോഗിക്കുമ്പോൾ ഭക്തിപരമായിട്ടുള്ള പല മ്യൂസിക് മിക്സ് ചെയ്തിട്ട് കേൾക്കലാണ് അവരുടെ മറ്റൊരു ലഹരി. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കണക്ഷൻ വരുന്നത്? അങ്ങനെ ഒരു കണക്ഷൻ നേരത്തെ ഉണ്ടോ? അല്ലെങ്കിൽ ആദ്യത്തെ വാക്കെടുക്കണം, ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മളെ മറന്നു പോകുന്ന എന്തോ ഒരു വസ്തുവാണ്. ആ വസ്തുവിനോടല്ല നമുക്ക് അഡിക്ഷൻ, ആ അവസ്ഥയോടെ നമുക്ക് അഡിക്ഷൻ. ആ വസ്തു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും.
അപ്പോൾ അവിടെ പ്രശ്നക്കാരനാണ് നമ്മളാണ്. ഈ നമ്മളെ എപ്പോഴൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങളാണ്. അത് നമുക്ക് അഡിക്ഷനുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയാൽ അവിടെ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിസത്ത എന്ന് പറയും, ഒരു ഇൻഡിവിജ്വാലിറ്റി. ആ ഇൻഡിവിജ്വാലിറ്റി മറന്നു പോവുക. ഉദാഹരണത്തിന് നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാണുമ്പം നമ്മൾ ചിലപ്പോൾ നമ്മളെ മറന്നു പോകും. ആ സമയത്താണ് വായ തുറന്നു പോകുന്നത്. വായ തുറന്ന് ജോ ഡ്രോപ്പിംഗ്, അന്തം വിട്ടിരിക്കുക. അന്തം എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ചുള്ള ബോധമാണ് അല്ലേ. അപ്പോൾ ജോ ഡ്രോപ്പിംഗ് മൊമെന്റ് 3 ഘട്ടത്തിലെ മനുഷ്യൻ ജോ ഡ്രോപ്പ് ചെയ്യുള്ളൂ. ഒന്ന് മനോഹരമായ എന്തെങ്കിലും കാണുമ്പോൾ, അത്ഭുതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ. 2 ഉറങ്ങുമ്പോൾ. 3 മരിക്കുമ്പം വായ തുറന്നതിരിക്കുന്നത് കാണാതിരിക്കാനാണ് ഈ കെട്ടുവെച്ച് കെട്ടുന്നത്. അയാൾക്ക് പ്രശ്നമില്ല, വീട്ടുകാർക്കാണ് ബുദ്ധിമുട്ട്, ഇയാൾ വായ തുറന്ന് കിടക്കുന്നത്. അപ്പം അങ്ങനെ അവർ കെട്ടും അല്ലേ. ഉറങ്ങുമ്പോഴും വായ തുറന്നാണ് ഉറങ്ങുക. ഈ 2 സ്ഥലത്തും നമുക്ക് കാണാനുള്ള ഒരു കാര്യമുണ്ട്. എന്താ? ഒന്ന്, മരിക്കുമ്പം അവിടെ എന്തില്ല, ബോധമില്ല. ഉറങ്ങുമ്പോഴും അവിടെ ബോധമില്ല. പിന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ എന്തെങ്കിലും അത്ഭുതകരമായ ഒരു പെർഫോമൻസോ മറ്റോ കാണുന്ന സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധമില്ല. ഈ 3 സ്ഥലത്തും നമ്മളില്ല. നമ്മളില്ലാതെ ആവുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഈ പറയുന്ന പോലെ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്ത് കാര്യം നോക്കിയാലും മനസ്സിലാവും. മ്യൂസിക് കേട്ടിട്ട് അന്തം വിട്ടു പോവുക, ഒരു പെർഫോമൻസ് കണ്ട് അന്തം വിട്ടു പോവുക, ഒരു വലിയ വെള്ളച്ചാട്ടം കണ്ടിട്ട് അന്തം വിട്ടു പോവുക. അവിടെയൊക്കെ നമ്മളെ മറക്കുകയാണ്. അപ്പോൾ നമ്മളെ മറക്കുന്നത് നമുക്കിഷ്ടമാണ്, അതിനെ സഹായിക്കുന്ന എന്തും നമുക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരം വസ്തുക്കൾ, ലഹരി വസ്തുക്കളാവട്ടെ, മദ്യമാവട്ടെ, മയക്കുമരുന്നാവട്ടെ, എന്ത് കാര്യമാവട്ടെ, ഇത് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമ്മൾ അറിഞ്ഞാൽ പോലും നമ്മൾ അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചോദ്യം ഇതാണ്. ചോദ്യം ഇതിൻ്റെ കൂടെ ഭക്തി മിക്സ് ചെയ്യുന്നതാണ്. അത് കുറച്ച് കാലമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. ഉദാഹരണത്തിന് ശിവൻ വലിച്ച സാധനമാണ് ബ്രോ എന്ന് പറയുന്ന ഒരു സാധനം, ശിവ ട്രാൻസ്. എന്നോട് പണ്ട് ഞാനൊരു മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിളായിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. മണികർണികയിലെ അഘോരി ബാബ എന്ന് പറഞ്ഞിട്ട്. അതിൽ ആ ഉത്തരത്തിൽ ഇത് ആൻസർ ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അവരൊക്കെ ബാങ്ക് ഉപയോഗിക്കും, അറിയാലോ, ഈ ബാബമാരൊക്കെ, നാഗബാബമാരൊക്കെ, മിക്കവാറും ആളുകളൊക്കെ ബാങ്ക് ഉപയോഗിക്കും. അപ്പം എന്നോട് ചോദിച്ചു, ബാങ്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അന്ന് ഞാൻ ബാങ്ക് കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആ പറഞ്ഞ ഈ ബാബയെ കാണാൻ വേണ്ടി ഞാനൊരു സർക്കാർ ബാങ്ക് ഷോപ്പ്, അവിടെ സർക്കാരിൻ്റെ ബാങ്ക് ഷോപ്പ് ഉണ്ട്, അറിയാലോ, അവിടെ അവിടുന്ന് ഒരു ബാങ്ക് മേടിച്ച് കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി, കാരണം അവരോട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പണിങ് കിട്ടുക അങ്ങനെയാണ്. അപ്പോൾ ആ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചില്ലത്തിൽ ആക്കിയിട്ട് ഈ ബാങ്ക് എന്ന് വെച്ചാൽ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഒരു ഇതുകൊണ്ട് തോണ്ടി വെച്ചിട്ട് അത് കത്തിച്ച് വലിച്ചിട്ട് എന്നോട് ചോദിച്ചു, ശിവൻ ബാങ്കിൻ്റെ ഈശ്വരനാണ് എന്നാണ് പറയുക. ശിവ ഇസ് ദ ലോർഡ് ഓഫ് ബാങ്ക്, ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു യെസ്, അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇപ്പം അതിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വെൻ ശിവ യൂസസ് ഇറ്റ്, ശിവ ഇസ് ദ ലോർഡ് ഓഫ് ബാങ്ക്. ശിവൻ ഉപയോഗിക്കുമ്പോൾ ശിവൻ ബാങ്കിൻ്റെ ഈശ്വരനാണ്. ബട്ട് വെൻ യു യൂസ് ഇറ്റ്, ബാങ്ക് ഇസ് ദ ലോർഡ്. നിങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാങ്കാണ് നിങ്ങളെ ഈശ്വരൻ. മദ്യം നിങ്ങളെ കുടിക്കുകയാണോ, നിങ്ങൾ മദ്യത്തെ കുടിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഇപ്പം തന്നെ ഒരുപാട് സിന്തറ്റിക് ഡ്രഗുകളുടെ ഒരു പ്രളയം സംഭവിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അവരെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടുകൊണ്ടാണ് പലതും പ്രവർത്തിക്കുന്നത്. നമുക്ക് ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ടല്ലോ. തീർച്ചയായും. ആ ബോധം നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനം എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വ്യക്തി എന്ന നിലയിൽ അവനവൻ്റെ ബോധത്തെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്. ഇതൊക്കെ ഒരു ചോദ്യമാണ്. ഇത് ചോദ്യമാണെന്നേ ഉള്ളൂ. ഇതൊക്കെ ഇല്ലാതാക്കാനോ നിർത്താനോ ഒന്നും സാധ്യമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു യാത്രയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു, ആർക്കും അങ്ങനെ അവൈലബിൾ ആയി കൊടുക്കാത്ത ഒരാളാണ്, അതിനുള്ള സമയമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു യാത്രയുടെ തുടക്കം എങ്ങനെയാണ് ശരിക്കും ലാലേട്ടനായിട്ട്? യാത്ര പോകണം എന്നുള്ള പ്ലാനിൽ യാത്ര സംഭവിച്ചല്ല. ഇൻഫാക്റ്റ് ഞങ്ങളൊരു യാത്രയിലാണ് പരസ്പരം പരിചയപ്പെടുന്നത്. ഒരു കാശിക്ക് അദ്ദേഹത്തിൻ്റെ ഓഡിയൻ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ ആകാശത്ത് വെച്ചാണ് പരിചയപ്പെട്ടത്. എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ വെച്ചിട്ട് പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ പരിചയപ്പെട്ടു. ലാലേട്ടൻ കാശിക്ക് വരാൻ പറഞ്ഞു. ലാലേട്ടനും ആ സമയത്ത് കാശിക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ആ വിമാനത്തിൽ വെച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യാത്രയിലാണ് പരിചയപ്പെട്ടത്.
അതിനുശേഷം നമുക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ നമ്മൾ പറയുമല്ലോ, അദ്ദേഹത്തിന് പോകാൻ താല്പര്യ സ്ഥലങ്ങൾ അദ്ദേഹം പറയും. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പറയുമ്പോൾ അതിന് അനുയോജ്യമായൊരു സമയം വരുമ്പോൾ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇവിടെ പോവാം, അങ്ങനെയൊന്നുമില്ല. വളരെ ചിലപ്പം 1-2 യാത്ര കുറച്ച് സമയത്തിൻ്റെ ഉള്ളിലായിരിക്കും സംഭവിക്കുന്നത്. ചിലത് ഒന്ന് സംഭവിച്ച് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്നതല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുള്ള സ്ഥലം ഉണ്ടാവുന്ന സമയത്ത് അങ്ങ് സംഭവിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളൊരാളായിട്ട് യാത്ര പോകണമെങ്കിൽ നമ്മളൊരു കണക്ഷൻ വേണം. ഒരു കണക്ഷൻ ഉണ്ടെങ്കിലാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരാളായെങ്കിലാണ് യാത്രയ്ക്ക് ആളുകൾ തമ്മിൽ തെറ്റിപ്പോവുക. അതെ. അപ്പം ശരിക്കും ഇപ്പോൾ ലാലേട്ടറായിട്ട് ഇപ്പോൾ യാത്രകൾ നടത്തുമ്പോൾ ആ ഒരു കണക്ഷൻ എന്താണ് നിങ്ങൾ തമ്മിലുള്ള? ആ ചോദ്യം ഈ പറഞ്ഞ പോലെ യാത്രയാണ് ഒരാളെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല അവസരം. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ നല്ല അവസരം യാത്രയാണ്. ഒറ്റയ്ക്ക് യാത്ര പോയാലാണ് ശരിക്കുള്ള നമ്മളെ നമുക്ക് മനസ്സിലാവുക. അതേപോലെ വളരെ സുഹൃത്തുക്കളായിരിക്കുന്ന 2 പേര് യാത്രയ്ക്ക് പോയാൽ ഏത് സമയവും ഈ സുഹൃത്ത് ബന്ധം അവസാനിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ യാത്രയുടെ പ്രിഫറൻസസ്, യാത്രയുടെ കാര്യങ്ങൾ എല്ലാം ഒരുപാട് അനിശ്ചിതത്വങ്ങളുള്ളതാണ്. എത്ര പ്ലാൻഡ് ആയാലും യാത്ര ഒരു പ്രാരാബ്ദം എന്നാ പറയാ, അല്ലേ? യാത്ര ഒരു പ്രാരാബ്ദമാണ്. ആ പ്രാരാബ്ദം അനുഭവിക്കണം. എത്ര സൗകര്യത്തിൽ പോയാലും ആ പ്രാരാബ്ദം ഉണ്ടാവും. ലാലേട്ടൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ലാലേട്ടൻ വേറൊരാളായിട്ട് നമുക്ക് തോന്നുകയില്ല. അദ്ദേഹം അത്രയും സിങ്കായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക. പലപ്പോഴും അദ്ദേഹത്തിന് തീരുമാനം എടുക്കാനുള്ള സമയത്ത് പോലും അദ്ദേഹം നമ്മളോട് ചോദിക്കും, ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ. അതാണ് യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതാണ് ആ ഡിസ്കഷനാണ്. തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം. പക്ഷെ അദ്ദേഹം തന്നെ ചിലപ്പം അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താലോ, എന്നിട്ട് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ പിന്നെ യാതൊരു വിധത്തിലുള്ള നിർബന്ധ ബുദ്ധികളും അദ്ദേഹത്തിന് യാത്രയിലില്ല. ഇങ്ങനെ വേണം, ഇന്ന സ്ഥലത്തേ പോവാവൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കമാക്കിയിൽ പോയ സമയത്ത് കമാക്കിയിൽ ഞങ്ങളുടെ ഒരു ഗൈഡായിട്ട് ഒരാൾ വന്നു. സൊലേക്ക് എന്നാണ് അയാളുടെ പേര്. രസമിസ്, ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്, നല്ല വിവരമുള്ളൊരു പയ്യനാണ്. അവന് ഞങ്ങളെ ഒരു ഡിന്നറിന് വിളിച്ചു. അവൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ഞങ്ങൾക്ക് രാത്രി 2 പേർക്കും ഡിന്നർ. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ യാത്രയിൽ. അന്ന് അസമിസ് വളരെ പോപ്പുലറായ ഒരു സിംഗർ ഉണ്ട്, പാപ്പോൻ. പാപ്പോൻ അവിടെ ഉണ്ട്, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലുണ്ട്. അപ്പം ഞാനും ലാലേട്ടനും ഇങ്ങനെ ഈ ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ പാപ്പോനും കയറി ലിഫ്റ്റിലേക്ക്. ഞങ്ങൾ 3 പേര് മാത്രം ലിഫ്റ്റിൽ. അപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അസമീസ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇവർ പാപ്പോൻ, സുബിൻ എന്നൊക്കെ പറയുന്ന പാട്ടുകാരൊക്കെ കേട്ടാണ്. അപ്പം എനിക്ക് സുബിനാണോ പാപ്പോനാണോ എന്നൊരു സംശയമുണ്ട്. ലാലേട്ടനും ഇദ്ദേഹത്തെ ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ ലാലേട്ടനോട് പറഞ്ഞു, അതൊരു സിംഗറല്ലേ? ഞാൻ പറഞ്ഞു, ആ സിംഗറാണ്. ഞങ്ങൾ റൂമിൽ പോയി അസമീസ് സിംഗർ നോക്കി, അപ്പോൾ പാപ്പോനാണ്. സത്യത്തിൽ പാപ്പോൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞങ്ങൾ ലാലേട്ടനാണ് അതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് പാപ്പോൻ ഒരിക്കലും വിചാരിച്ചില്ല, അതുകൊണ്ട് പരിചയപ്പെട്ടില്ല. ഞങ്ങൾ 2 പേരും റൂമിലെത്തി. ഞങ്ങൾ 2 പേരും എന്നിട്ട് നമ്മൾ ഒരു ഹായ് പറഞ്ഞില്ല എന്ന് ഞങ്ങൾ 2 പേരും. പാപ്പോൻ ഇതേ സംഭവം അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജർ വന്നു. എന്നിട്ട് പറഞ്ഞു, പാപ്പോന് ഒരു ഡിന്നർ തരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം പാപ്പോന് ഒരു ഡിന്നർ തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴാണ് സമയം? 9 മണിക്കാണ് പാപ്പോൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പം രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിംഗറാണ്, എല്ലാ കാര്യങ്ങളുമാണ്. ലാലേട്ടൻ പറഞ്ഞു, 9 മണിക്ക് പറ്റില്ല, എനിക്ക് ഒരു ഡിന്നർ പുറത്തുണ്ട്, ഞാനത് കമ്മിറ്റ് ചെയ്തു, അതിന് പോകണം. ഈ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞ ഡിന്നർ. അപ്പം വേറെ ആരാണെങ്കിലും ചിലപ്പോൾ ചിന്തിക്കുക അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലാലേട്ടൻ അതിൻ്റെ ആവശ്യമില്ല, അത് വേറെ കാര്യം. എന്നാൽ പോലും അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ ലാലേട്ടൻ കമ്മിറ്റ് ചെയ്തത് ആരോടാണെങ്കിലും അതാണ് ആദ്യത്തെ പ്രിഫറൻസ്. അപ്പം പറഞ്ഞു നെക്സ്റ്റ് ടൈം കാണാം. പക്ഷെ പാപ്പോൻ ലാലേട്ടൻ ആ സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് മുമ്പേ ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഡിന്നർ ഞങ്ങൾ കഴിച്ചില്ല, കാരണം മറ്റുള്ള ഒരു ഡിന്നർ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ അതൊരു ക്വാളിറ്റി, വലിയ ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ യാത്രയിൽ നമ്മൾ കാണുന്ന ഏറ്റവും ചെറിയ ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പ്രിഫറൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചില ആളുകൾ ചിലപ്പം പറയും, ഇപ്പോൾ ഞാനൊരു വേറൊരു ചാനലിൽ കൊടുത്തപ്പം ആളുകൾ പറയാം ഇത് ലാലേട്ടനെ പുകഴ്ത്താൻ വേണ്ടി പറയാണ് എന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടോ അദ്ദേഹത്തിന് എൻ്റെ പുകഴ്ത്തൽ കേട്ടത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പാടില്ല. കാരണം മോഹൻലാൽ ഒരു വലിയ വൻവൃക്ഷമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ ആരെങ്കിലും പുകഴ്ത്തിയോണ്ട് വലുതാവുകയോ നമ്മൾ കേഴ്ത്തിയോണ്ട് ചെറുതാവുകയോ ചെയ്യുന്ന ഒരു സ്പേസിലല്ല അദ്ദേഹം ഉള്ളത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അദ്ദേഹമായിട്ട് ഇടപെടുന്ന സമയത്ത് കണ്ടിട്ടുള്ള
ഒരു വലിയൊരു ഒരു ഒരു ഹ്യൂമിലിറ്റി എന്ന് പറയില്ലേ, അത് വലിയൊരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ യാത്രയുടെ കാര്യം പറയുമ്പോൾ യാത്രകൾ നമുക്കിപ്പോൾ തൽക്കാലം 2 തരമായിട്ട് തിരിക്കാം. ഒന്ന് എൻ്റർടൈൻമെൻറ്റ് യാത്രകൾ, 2 ആത്മീയ യാത്രകൾ. ഇപ്പോൾ 2 മിക്സ് ആയിട്ട് പോകുന്നുണ്ട്. കൊടുങ്ങല്ലൂർ, മറ്റേ ചോറ്റാനിക്കര, ലുലു മാള്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനത്തെ പരിപാടികൾ നടക്കുന്നുണ്ട്. ആ ഒരു കോംബോ അത് ഭയങ്കരമായിട്ട്. അപ്പം ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അത് പല ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. പല മതപരമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ഇതേപോലെ തന്നെ മിക്സായി തുടങ്ങിയിട്ടുണ്ട്. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, എന്താ പറയുക, നമ്മൾ കുറ്റം പറയരുത്, നടക്കുന്ന കാര്യങ്ങളാണ്. വേളാങ്കണ്ണി, ആ വഴി ഊട്ടി, കൊടൈക്കനാൽ, ഇത് ഇങ്ങനെ മസനഗുഡി വഴി വരെ ഊട്ടിക്ക് എത്തി തുടങ്ങി. അപ്പം ഇങ്ങനെ യാത്രകളെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മിക്സ്. അപ്പം ഒരു യാത്ര, നല്ലൊരു യാത്രികൻ അല്ലെങ്കിൽ നല്ലൊരു ആത്മീയ യാത്രികൻ എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത്? ഈ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ അനുകൂലമാണ്. ഞാൻ അനുകൂലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഈ സ്പിരിച്വാലിറ്റിയും ജീവിതവും നമ്മൾ മാറ്റിവെക്കുന്നത്? ഈ പൊതുവിൽ ഇപ്പം എനിക്കറിയാം, നമ്മുടെയൊക്കെ വീടിൻ്റെ പശ്ചാത്തലത്തിൽ ടൂറ് പോകുന്നത് വലിയൊരു അപരാധമായിരുന്നു ഒരു കാലത്ത്. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം കേരളം ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയ സ്ഥലമാണ് നമ്മൾ പേരിൽ പറയാണ്, സത്യത്തിലല്ല. ഇവിടെ വരുന്ന വിദേശികളെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൂല. ഓർമ്മ ഉണ്ടല്ലോ, ഒരു വിദേശി മദ്യം വാങ്ങിയിട്ട് പോകുമ്പോൾ പോലീസ് പ്രശ്നമായത്, അയാൾ ചോദിക്കുന്നത് ഞാൻ കാശ് കൊടുത്തിട്ട് മദ്യം വാങ്ങിയിട്ട്, അയാൾക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഏത് ലോകത്താണ് അയാൾ വന്ന് പെട്ടതെന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പൊ ഈ കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ്. ടൂറിസം നമുക്ക് ആകെ ലോകത്തിന് കൊടുക്കാനുള്ള ഒരേ ഒരു സാധനം ടൂറിസമാണ്. പക്ഷേ ടൂറിസത്തിന് വേണ്ടി യാതൊരു കാര്യവും നമുക്ക് ചെയ്യാനുള്ള ഇതില്ല. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ സംസാരിച്ച് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടൂറ് പോകുന്നത് മാനസികമായി തന്നെ നമുക്കൊരു അപരാധമായാണ് സമൂഹം കണക്കാക്കുക. പണ്ടൊക്കെ ഒരു കാലത്ത്, ഇപ്പം കുറേ മാറിയിട്ടുണ്ട്. ഒരാൾ ടൂറ് പോയി എന്തെങ്കിലും അപകടം പറ്റിയാൽ നന്നായിട്ടുണ്ട്, ടൂറ് പോയിട്ടല്ലേ എന്ന് പറയാം. ഇനി ടൂറൊക്കെ പോയി തിരിച്ചു വന്നു എന്ന് ചോദിക്കുക, ആ വീട്ടിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പറയും, എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ ടൂറും യാത്രയൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ടൂറിനോടൊരു ഭയങ്കര അതായത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എവിടെയും പോകരുത് എന്നുള്ളൊരു ചിന്ത കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ യാത്ര ചെയ്യാൻ. ഇതിനെ അവർ ഓവർകം ചെയ്തത് ഗുരുവായൂർ പോവാ, ചോറ്റാനിക്കര പോവാ, അല്ലെങ്കിൽ കാടാമ്പുഴ, ഈ വീട്ടിൻ്റെ അടുത്ത് അമ്പലം ഉണ്ടേ, എന്നിട്ടാണ് ഈ ദൂരെയുള്ള അമ്പലം തെരഞ്ഞു പിടിച്ച് പോകുന്നത്. അപ്പം ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഒരുപാട് ഞാൻ എൻ്റെ ചെറിയ കുട്ടിയാകുമ്പോൾ ഗുരുവായൂർ, മുത്തപ്പൻകാവ് മാത്രമാണ് പോയത്. അപ്പം അതാണ് എൻ്റെ ടൂറ്. അപ്പം അമ്മയുടെയും ടൂർ അതാണ്, അച്ഛൻ്റെയും ടൂർ അതാണ്. കാരണം എന്താണെന്നറിയോ, അപ്പം കുറ്റം പറയാൻ പറ്റില്ല, ഗുരുവായൂരല്ലേ പോയത്, അതൊരു ദൈവികമായ സ്ഥലമാണല്ലോ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഓരോ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പോകും, ആനക്കോട്ടയൊക്കെ പോകും. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ പോയി ആനക്കോട്ട കാണാൻ പോകുന്നില്ലേ? ആനക്കോട്ട ആത്മീയമായ ഒരു സ്ഥലമല്ലല്ലോ, എല്ലാം കാണും. പക്ഷെ അതിനെന്തില്ല, ഈ പേരുദോഷമില്ല. നേരെ മറിച്ച് നമ്മൾ ആനക്കോട്ട കാണാൻ വേണ്ടി ഒരു യാത്ര പോയി നോക്കൂ, അപ്പോഴേക്ക് ഈ പ്രശ്നം തുടങ്ങും. അത് മാനസികമായൊരു പ്രശ്നം, അത് മാറി മാറി വരുന്നുണ്ട് ഇപ്പം. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ധൈര്യമായിട്ടൊരാൾ കൊടുങ്ങല്ലൂർ ലുലുമാൾ എന്നൊരു കോംബോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളാണ്. അങ്ങനെ പോയാൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ട് ലുലുമാൾ പോട്ടെ, അതിനെന്താ. ഇനി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇനി ഭക്തിസാന്ദ്രമായിട്ട് നിങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ ഭരണി പാട്ട് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണി നടക്കുക. കൊടുങ്ങല്ലൂർ ഭരണിക്ക് നിങ്ങൾ നോമ്പൊക്കെ എടുത്ത് ഈ കുപ്പായൊക്കെ ഇട്ട് ഈ അവിടെ പോയി വെളിച്ചപ്പാടായി തുള്ളിക്കഴിഞ്ഞിട്ട് ലുലുമാളിൽ പോവുകയാണെങ്കിൽ അതിലൊരു അഭംഗിയുണ്ട്. അല്ലാതെ ഒരു ക്ഷേത്ര സന്ദർശനവും ഒരു മാൾ സന്ദർശനവും തമ്മിൽ നിങ്ങൾ എന്തിനാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്? അതിൻ്റെ വ്യത്യാസമില്ല. അത് ഒരുമിച്ച് പോകേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ എനിക്ക് സാർ പറയുന്ന ഒരു സ്റ്റോറിയിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. പലർക്കും അറിയാത്ത ഒരു ഉത്തരമായിരിക്കും അത്. കക്കുന്നവനെ കള്ളൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? കക്കുന്നവനെ കള്ളൻ, ആ പേരിന്റെ കാരണം എന്താണ്? അത് എനിക്ക് തോന്നുന്നു കുട്ടിച്ചാത്തൻ ഇന്റർവ്യൂ അതിലാണ് ഞാൻ കേട്ടത്. എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഒന്നും കൂടി ആൾക്കാർ ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കട്ടെ വരുന്നത്. അത് ചില വാക്കുകളൊക്കെ നമുക്ക് ഇങ്ങനെ പകർച്ചയായിട്ട് ഒരുപാട് കാലം മുമ്പേ കിട്ടിയതാണ്. നമുക്ക് അതിന്റെ ഒറിജിൻ അറിഞ്ഞൂടാ. കളവ് നടത്തുന്നവനാണ് കള്ളൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ചോരണം ചെയ്യുന്നവനാണ് ചോരൻ എന്നാണല്ലോ പറയാം. അപ്പോൾ മൂഷികൻ എന്ന് എലിക്ക് പേര് വരാൻ കാരണം മോഷണം ചെയ്യുന്നുണ്ടാ സംസ്കൃത പ്രകാരം. മോഷണം ചെയ്യുന്ന ജീവിയാണ് മൂഷികൻ, അതാണ് മൂഷികൻ എന്ന് പേര് വരുന്നത്. സംസ്കൃതത്തിൽ അങ്ങനെയാണ് പേര് വരിക. മാർജാരൻ എന്ന് പൂച്ചയെ പറയാം. അത് എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അത് എപ്പോഴും പൂച്ച കൈയൊക്കെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. മാർജാരൻ എന്ന് പറഞ്ഞ അർത്ഥം സദാസമയം ശരീരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ജീവി.
അങ്ങനെയാണ് ഓരോ വാക്കുകളുടെ ഒറിജിൻ വരിക. പക്ഷെ കള്ളൻ എന്ന വാക്ക് കളവ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നുള്ളതിന് എനിക്കൊരു ചിന്താപരമായിട്ടൊരു ഒരു 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 സമസ്യ അതിൻ്റെ അകത്തുണ്ട്. കാരണം ഒരു കാലത്ത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചായിരുന്നു കേരളത്തിൻ്റെ ആരാധനാ രീതികൾ, വിശ്വാസങ്ങൾ, അവിടുത്തെ ജനജീവിതം. സംഘകാലം എന്ന് പറയും, വളരെ പഴയ തമിഴകത്ത്, വിശാല തമിഴകത്തിൻ്റെ സംഘകാലമാണ്. ആ സംഘകാലത്ത് മറവർ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. മറവർ, ഇപ്പം മറവറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അയ്യപ്പൻ മറവപ്പടയെ തുരത്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ഈ മറവൻ എന്ന വാക്ക് കള്ളന്മാർക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നീ എന്തൊരു മറവനാടാ എന്ന് പറയുന്നൊരു രീതി നമ്മളെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആളുകൾ പറയും. എന്നൊരു മറവനാണെന്നൊക്കെ പറയും. ഇൻഫാക്ട് മറവൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങളാണ്. അവരുടെ മറ്റൊരു പേരാണ് കള്ളർ. അപ്പോൾ അവർ വളരെ ഊഷരമായ, അതായത് ഇൻഫർട്ടൈൽ ലാൻഡ്സിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. മരുഭൂമി പോലത്തെ ഒന്നും മഴനിഴൽ പ്രദേശങ്ങൾ എന്നൊക്കെ പറയില്ലേ, അവിടെ ഒന്നും നട്ടാൽ മുളയ്ക്കൂല, അവർക്ക് ജീവിക്കാൻ വേറെ വകുപ്പില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ പിന്നെ കളവ് കഴിച്ചു തരാനേ പറ്റുള്ളൂ. അപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ തിരുടർ സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അവർക്കൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കള്ളർ, കുറുവാ സംഘം, അതെ. അപ്പോൾ ഈ കള്ളര് ചെയ്തുകൊണ്ടിരുന്നത്, ആ കുറുവാ സംഘം എന്ന വാക്കിലൊരു ഇതുണ്ട്. അവരുടെ ദേവതയുടെ പേര് കൊട്ടറവൈ എന്നാണ്. കുറവ എന്ന് പറഞ്ഞാൽ കൊട്ടറവൈ എന്നാണ് അർത്ഥം. അത് കാളി തന്നെയാണ്, സമരകാളി. അപ്പോൾ ഈ മറവ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മറവർ ചെയ്യുന്ന അവരെ മറ്റൊരു പേരാണ് കള്ളർ. അപ്പോൾ കള്ളർ ചെയ്യുന്ന പ്രവൃത്തിയാണ് കളവ്. അതുകൊണ്ടാണ് കള്ളൻ എന്ന വാക്ക് ഇപ്പൊ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പേര് അവർക്ക് ആ ഒരു ഇതിനാണെങ്കിലും അല്ലാത്ത ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളെല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം കൃഷ്ണനെ കള്ളൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ കൃഷ്ണനൊരു വാക്ക്, ഇപ്പൊ തിരുമാലി എന്നൊരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുമാലി ഒരു കള്ള തിരുമാലിയാണ്. ശരിക്കും തിരുമാലി ഒരു നല്ല വാക്കാ, വളരെ പുണ്യമായ വാക്കാണ്. കൃഷ്ണനെ വിളിക്കുന്ന വാക്കാണ് തിരുമാലി എന്ന്. വിളിക്കുന്നത് ആണ്ടാളാണ്. ആണ്ടാൾ കൃഷ്ണനെ തിരുമാലി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും കള്ള തിരുമാലി എന്നുള്ള അർത്ഥത്തിലാണ് വിളിക്കുന്നത്. അങ്ങനെയല്ല, മാൽ എന്ന് പറഞ്ഞാൽ കളവ് എന്ന അർത്ഥം. മാൽ മാൽ ഇംഗ്ലീഷിലല്ലേ ഇപ്പൊ അക്ഷരം പറയാൻ, സ്പെല്ലിംഗ് പറയാൻ പറ്റുള്ളൂ. മലയാളത്തിൽ മാൽ. മാൽ എന്ന് പറഞ്ഞാൽ കളവ്. തിരു എന്ന് പറഞ്ഞാൽ ശ്രീ എന്നർത്ഥം. അപ്പൊ ശ്രീ കളവ്, നിങ്ങൾക്ക് ശ്രീ കള്ളൻ, മനസ്സിലായില്ലേ? ആ കള്ളൻ കൃഷ്ണനാണ്. എന്റെ പേര് ശ്രീനാഥ്. അതെ. അപ്പൊ തിരുമാലി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കൃഷ്ണൻ എന്നാണ് അർത്ഥം. അപ്പോൾ ആണ്ടാള് തിരുമാലി എന്ന് വിളിക്കുമ്പോൾ നമ്മള് കള്ളകൃഷ്ണൻ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഈ കുർവാ സംഘത്തിൽ പെട്ട ഒരാളാന്നല്ലോ ചിന്തകളുള്ളത്. ഭയങ്കര വാത്സല്യവും മാത്രമല്ല അയാൾ കക്കുന്നുണ്ട്, കൃഷ്ണൻ കക്കുന്നുണ്ട്. കൃഷ്ണൻ നിങ്ങളെ ഹൃദയം കക്കുന്നുണ്ട്. ഹൃദയഹാരിയാണ്, മനോഹാരിയാണ്. മനസ്സ് കക്കുന്നുണ്ട്, ഹൃദയം കക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ടല്ല കക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കളവ് എന്ന് പറഞ്ഞാൽ ഹൃദയം കക്കലാണ്. അപ്പൊ ഹൃദയം കക്കുന്ന കള്ളനായതുകൊണ്ടാണ് തിരുമാലിയാവുന്നത്. അടുത്തൊരു സെക്ഷനിലേക്ക് വരികയാണ്. അതായത് നമുക്ക് ചിലപ്പോൾ കുറച്ചേരം കഴിയുമ്പോൾ ചിലപ്പോൾ അത്ര സംസാരിക്കാൻ ടൈമില്ലെങ്കിലോ വെച്ചിട്ട് ആദ്യം ചോദിക്കുന്നത്, കത്തനാര് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് സാറാണ്. എന്താണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ? എന്താണ് കത്തനാർ അപ്ഡേഷൻ? സത്യത്തിൽ അത് അപ്ഡേഷൻ പറയേണ്ടത് ഡയറക്ടറാണ്. ഞാൻ പറയുന്നത് ശരിയല്ല. അത് കത്തനാർ ഷൂട്ട് കഴിഞ്ഞു, നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മളൊരു 212 ഡേയ്സോളം നീണ്ടു നിന്ന, ചിലപ്പോൾ മലയാളത്തിലെ ഏറ്റവും സമയമെടുത്ത ചിത്രമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, ആണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇനി ഏതെങ്കിലും അതിനേക്കാൾ കൂടുതൽ സമയം എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമുക്കൊരു 212 ഡേയ്സ് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടായി ഈ പറഞ്ഞ പോലെ. അതിനുശേഷം നമ്മൾ പാക്കപ്പ് ചെയ്തു. 540ഓളം ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്രൂ ഫോട്ടോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ജേർണി ആയിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പം നമ്മളതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ, അതിൽ ഒരുപാട് ഈ പറഞ്ഞ VFXും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ കത്തനാർ ഇപ്പോൾ നമ്മൾ 2-3 സ്റ്റെപ്പായിട്ട് ഓരോ ജനറേഷൻ കണ്ടിട്ടുണ്ട്. നാടകത്തിലൂടെ, പഴയ നസീറിന്റെ സിനിമയിലൂടെ, സീരിയലിലൂടെ ഇപ്പൊ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത്. നമ്മൾ ആ കണ്ടുവന്ന ഒരു കത്തനാരെ തന്നെയാണോ, ആ ഒരു കഥയാണോ ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ ഒരുപാട് കാലത്തിനൊത്ത് വന്നിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇതുവരെയുള്ള കത്തനാർ ഫോർമാറ്റിലൊന്നുമല്ല അത് പോകുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത് ഒരു ചലഞ്ചാണ്. കാരണം മനസ്സിൽ പ്രതിഷ്ഠിതമാണ്, സീരിയൽ പ്രതിഷ്ഠിതമാണ്, നാടകം പ്രതിഷ്ഠിതമാണ്. കലാനിലയത്തിൻ്റെ നാടകം കണ്ട ഒരുപാട് ആളുകളുണ്ട്. അതിൽ അഭിനയിച്ച, അതിൽ കുഞ്ചമൺ പോറ്റി എന്ന് പറയുന്ന റോള് ചെയ്ത ആളാണ് നമ്മുടെ രമേശ്
കോട്ടയം. അദ്ദേഹം കത്തനാർ സിനിമയിലുണ്ട്, നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല നാടകം. പിന്നെ ഉള്ളത് ഐതിഹ്യമാലയാണ്. സത്യത്തിലും 4 ആവിഷ്കാരം കത്തനാർക്ക് ഉണ്ട്. ഐതിഹ്യമാലയാണ് ആദ്യം. ഐതിഹ്യമാല സിനിമ, നാടകം, സിനിമ ഏതാണ്ട് ഒരേ കാലമാണ് നസീർ സാർ ചെയ്ത സിനിമ. അതിനുശേഷം വളരെ പോപ്പുലറായ പ്രകാശ് പോൾ സാർ ചെയ്ത കത്തനാർ സീരിയൽ. ഈ 4ഉം മലയാളിയുടെ മനസ്സിൽ വളരെ പ്രതിഷ്ഠ നേടിയ ഒന്നാണ് തീർച്ചയായും. പക്ഷെ ഐതിഹ്യമാലയിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് എടുത്ത സിനിമയാണ് നസീർ സാർ ചെയ്ത കടമറ്റത്തച്ഛൻ. സീരിയലിൽ അതിന്നൊക്കെ ഒരുപാട് മാറി പുതിയ കാലത്തിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് ഒക്കെ ഉണ്ടാക്കിയ ഒരു സീരിയലാണ്. പക്ഷെ അത് ഐതിഹ്യമാലയോട് നീതി പുലർത്തിയാലും ഇല്ലെങ്കിലും അത് മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയ ഒന്നാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചാലഞ്ച് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിലൊന്നും പറയാത്ത പോലത്തെ ഒരു കത്തനാരാണ് നമ്മുടെ കത്തനാർ എന്നാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അത് പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത്. കാരണം കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു മോഡലെ ജനറേഷൻ, ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നത്, കുട്ടികൾ ചോദിക്കുക എന്താണ് ഈ വരാൻ പോകുന്ന കത്തനാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നസീർ സാറ് വാഴയില വെട്ടിയിട്ട് അതിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്നൊക്കെ കണ്ടിട്ടില്ലേ? അരിമണി ഇടുമ്പോൾ അരി നിറഞ്ഞിരുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇതിങ്ങനെ പല പല കഥകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല നമ്മളിനി കാണാൻ പോകുന്നു, ഇനി ഇത് വരാൻ പോകുന്ന ജനറേഷന് കൊടുക്കുന്ന വേറൊരു കത്തനാരാണ്. ഒരു ഗംഭീര ഐറ്റം തന്നെയാണ്. അതിന്റെ ഒരു തുടർച്ച ഇനി അത് റീമേക്ക് അല്ലേ ആവുള്ളൂ. അതിന്റെ ഒരു തുടർച്ച ചെയ്യണം എന്നുള്ളൊരു കാര്യമില്ല. നമ്മൾ ചിന്തിച്ച ഒരു പുതിയ കാലത്തിന്റെ ഒരു നവീന ഭാവുകത്വം എന്ന് പറയില്ലേ, ഒരു പുതിയ കാലത്തിന്റെ ഭാവുകത്വം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ബാക്കി നമ്മുടെ അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു പ്രധാന നടൻ ഇപ്പോൾ ജയസൂര്യ ചേട്ടൻ ആ ഒരു നല്ല തിരക്കുള്ള സമയത്ത് എടുത്തേക്കുന്ന വലിയൊരു ബ്രേക്കാണ്. അത്രയും വലിയ റിസ്ക് എടുക്കാൻ എനിക്ക് തോന്നുന്നു പലരും തയ്യാറാവില്ല. അത്രയും പുള്ളിക്കൊരു പ്രതീക്ഷ അത്ര അധികം ഉണ്ട് അതിലേക്ക്. അപ്പോൾ വളരെ ദീർഘകാലത്തെ ഒരു ചിന്തയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സിനിമയുടെ പ്രവർത്തനം തന്നെ തുടങ്ങിയിട്ട് 4 വർഷമായി. സിനിമ സ്റ്റാർട്ടിങ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് എഴുത്ത് കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് തോട്ട് തുടങ്ങിയിട്ട് അതിന് മുമ്പ് 2 വർഷം. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 6 വർഷം കത്തനാറിൻ്റെ പുറകിലുണ്ട്. അപ്പം അതിനു മുമ്പ് ഞാൻ പുസ്തകം എഴുതണം എന്ന് വിചാരിച്ച അത് സിനിമയായി മാറിയതാണ്. അപ്പം ഒരിക്കലും സിനിമയാക്കണം എന്ന് വിചാരിക്കുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പുസ്തകമാക്കണം എന്നാണ് വിചാരിച്ചത്. ആ പുസ്തകം പിന്നെ ഡിസ്കഷനിലൂടെയൊക്കെ വന്നു, അത് സിനിമ ഫോമാറ്റിലേക്ക് വന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ജയേട്ടൻ കൊടുത്ത ഒരു എഫേർട്ട് വളരെ വലുതാണ്. അതൊരു എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മിക്കേണ്ട ഒന്നാണ്. കാരണം സാമാന്യം നന്നായി ഈ പറയുന്ന പോലെ ഒരു പ്രൈം ഫോക്കസിൽ നിന്നുകൊണ്ടിരുന്ന ഒരു നടൻ അതിൽ നിന്ന് മാറി ഒരു തപസ് പോലെ കത്തനാർ കഴിഞ്ഞിട്ടേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അത് അങ്ങനെ പറയാന്നുള്ള ആർക്കും അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കാൻ പറ്റുന്ന സാധനമല്ല സിനിമ. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ ഒരു വലിയ ഒരു ഒഴുക്കാണ്. ലോകം അങ്ങനെയാണല്ലോ. ഞാൻ ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് എടുത്താലും ലോകം ഒഴുകിക്കൊണ്ടിരിക്കും. നിങ്ങൾ അതിൻ്റെ അകത്ത് പിന്നെ ഓടി പിടിക്കാൻ പറ്റാതെയാവും അല്ലേ? ബ്രേക്ക് എടുത്തവർക്കാണ് ആ നഷ്ടം. അതെ, അങ്ങനെ അറിയുന്ന ഒരാളാണല്ലോ അദ്ദേഹം. തീർച്ചയായിട്ടും അത് ചിന്തിക്കാതെ ചെയ്തല്ലോ. അപ്പൊ അത്രയും കാലം അദ്ദേഹം അതിനു വേണ്ടി മാറ്റിവെച്ചു. അതൊക്കെ ഒരു വലിയൊരു സമർപ്പണമാണ്. അതെ അതെ, എന്തായാലും അതിന്റെ ഒരു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. ബാക്കി നമുക്ക് സ്ക്രീനിൽ തന്നെ അതെ അതിന്റെ ഒരു ഗുണം ഉണ്ടാവട്ടെ അല്ലേ? അതെ തീർച്ചയായിട്ടും. എല്ലാ റിയൽ ഹാർഡ് വർക്കും പേസ് വെൽ എന്നാണല്ലോ. ഇപ്പൊ ചേട്ടൻ തൊട്ട് ഇപ്പൊ അതിന്റെ പുറകിലുള്ള എല്ലാവരും ഇത്രയും വർഷം ഒരു വർക്കിൽ തന്നെ കമ്മിറ്റഡ് ആവും. മുഴുവൻ ക്രൂ അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഒരു വലിയൊരു ഡെഡിക്കേഷനാണ് എല്ലാവരും. ചിലത് മാറി വരട്ടെ. പിന്നെ അതുപോലെ ഇപ്പം നേരത്തെ എഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് സാറിന്റെ മറ്റേ ഒരു ശബരിമലയിലെ കുട്ടിച്ചാത്തൻ സാന്നിധ്യം. അത് പലരും തിരിച്ച് അയ്യപ്പനെ കുട്ടിച്ചാത്തനാക്കി എന്നൊക്കെ പറഞ്ഞ് പലരും പല ചോദ്യങ്ങളും സാറിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? അതെ, ഈ പറഞ്ഞ പോലെ അയ്യപ്പൻ കുട്ടിച്ചാത്തനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ഞാൻ പറഞ്ഞത് ശാസ്താവ് ചാത്തനാണെന്ന്. ശാസ്താവിന്റെ വന്യവും ഗ്രാമ്യവുമായ പേരാണ് ചാത്തൻ. അപ്പൊ നിങ്ങൾ ചാത്തൻ എന്ന് വിളിക്കുന്നതിൽ നിങ്ങൾക്കൊരു മാനക്കേട് തോന്നരുത്. ഇപ്പൊ അച്ഛ എന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞിട്ട് പിതാവേ എന്നേ അച്ഛനെ വിളിക്കുള്ളൂ എന്ന് തീരുമാനിക്കാം. ആ കൂട്ടത്തിൽ ഒരാൾ അച്ഛാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അയാൾ മോശക്കാരനാവരുത്. ശാസ്താവേ എന്ന് നിങ്ങൾ വിളിച്ചോ, പക്ഷെ ചാത്ത എന്ന് വിളിക്കുന്ന ഒരു ജനത അവിടെ ഉണ്ട്. ആ ജനത ചാത്ത എന്ന് വിളിക്കുന്ന സമയത്ത് അവർ മോശപ്പെട്ട ഒന്നാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ബേസിക്കലായിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി ശാസ്താവ് ആരാണെന്ന് നമ്മൾ ആഴത്തിൽ നോക്കിയാൽ അത് ചാത്തൻ തന്നെയാണ്, വേറെ ആരുമല്ല. അത് ചാത്തൻ എന്ന് പറയുന്ന ആ സ്വരൂപം തന്നെയാണ്. അത് വളരെ പ്രാചീനമായിട്ട്, നേരത്തെ ഞാൻ സംഘകാലത്തെക്കുറിച്ച് പറഞ്ഞു, സംഘകാലം മുതൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ദേവതാ സാന്നിധ്യമാണ് ചാത്തൻ. ആ ചാത്തൻ തന്നെയാണ് ശാസ്താവായിട്ട് മാറുകയും
ഒക്കെ ചെയ്യുന്നത്. മാറുക എന്ന് വെച്ചാൽ നമ്മുടെ ആ ചൊല്ലുവിളി ശീലങ്ങൾ മാറുന്നു. അതെ അതെ അതെ, അതാണ് അതിൻ്റെ ശരിക്കും. ഇപ്പോൾ പണ്ട് മുതലേ ഉള്ള ഇപ്പം ചാത്തൻ എന്നുള്ളൊരു വിളിയുള്ള ഒരു സംസ്കാരം നമുക്കുണ്ട്. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആചാരങ്ങൾ സംരക്ഷിച്ച് നമ്മൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരുകളെല്ലാം സൈലൻ്റ് ആയിപ്പോയി? നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പം അത് കുറേ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പം മകൾക്ക് വർഷ എന്ന് നമ്മൾ പേരിടും. മഴ എന്നെന്തുകൊണ്ടാണ് പേരിടാത്തെ? മനസ്സിലായില്ലേ? മേഘനാഥൻ എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേരിട്ടു, എന്നാൽ മലയാളത്തിൽ ഇട്ടൂടെ? ഇടി എന്നാണ് അതിൻ്റെ അർത്ഥം. കുട്ടീൻ്റെ പേരെന്താ? ഇടി. സംസ്കൃതത്തിൽ മേഘനാഥൻ. മേഘനാഥനാണല്ലോ ഇടി. മേഘത്തിന്റെ നാദം ഇടിയാണല്ലോ. അപ്പൊ മേഘനാഥൻ നിങ്ങളത് ഇടി എന്ന് വിളിക്കാത്തത്? മേഘനാഥൻ എന്നൊരു കുട്ടിക്ക് പേരിട്ടപ്പം പച്ച മലയാളത്തിൽ ഇടി എന്നാണ് പേരിട്ട്. എങ്ങനെ വിളിക്കും? അപ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി സംസ്കാരമുള്ളതാണെന്നും ചില വാക്കുകൾ കുറച്ച് പ്രാകൃതമാണെന്നും നമ്മുടെ ഉള്ളിൽ തന്നെ ചില ചിന്തകളുണ്ട്. നമ്മളത് ചെയ്യാറുള്ള കാര്യമാണല്ലോ. അപ്പം ശരിക്കും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ല. ശരിക്കും എൻ്റെ കോഴിക്കോട് ഭാഷയാണ്. പക്ഷേ ഈ ജാങ്കോ സ്പേസിൽ വന്നിട്ട് ഞാൻ കടിച്ചു പിടിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് പ്രഭാഷണങ്ങൾക്കും എന്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് മലയാളം വേണോ അതോ കോഴിക്കോട് ഭാഷ കേൾക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ മലയാളം ഏതാണ്? അതാണ് ചോദ്യം. മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലിച്ച് വന്ന ചില വള്ളുവനാടൻ ഭാഷാ ശീലങ്ങളുള്ള ഒന്നിനെയാണ് നമ്മൾ ഈ മലയാളം, നല്ല മലയാളം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണോ സത്യത്തിൽ? അങ്ങനെയല്ല. കോഴിക്കോട്ടുകാർക്ക് കോഴിക്കോട്ടുകാരുടെ മലയാളം അതാണ് അവരുടെ ഏറ്റവും ശ്രേഷ്ഠ ഭാഷ. അല്ലേ? ഓരോ സ്ഥലത്തിനും അതുപോലെ ചാത്തൻ എന്ന് വിളിക്കുന്ന ആളുകൾക്ക് അത് വളരെ ഇതാണ്. ഇപ്പം കണ്ണൂരിലൊക്കെ ശാസ്തപ്പൻ എന്നാ വിളിക്കുക. ശാസ്താവ് എന്നതിൽ തന്നെ ഉണ്ട്. ചാത്തപ്പൻ, ശാസ്തപ്പൻ എന്ന്. കുട്ടിച്ചാത്തനെ ശാസ്തപ്പൻ എന്നാ വിളിക്കുക. കരിങ്കുട്ടി ശാസ്തപ്പൻ എന്നാ പറയാം. ഇപ്പം 2 ദിവസം മുമ്പ് ഋതംബരയിൽ തെയ്യമായിരുന്നു. ആ തെയ്യത്തിൽ ഇറങ്ങി തെയ്യക്കോലധാരി, എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ടാവും. തെയ്യക്കോലധാരി കോലം കെട്ടി നിൽക്കുമ്പോൾ തെയ്യക്കോലം എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് എന്നല്ല കാണുക. തെയ്യം ഇസ് ഗോഡ് എന്നാണ്. വെളിച്ചപ്പാട് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. തെയ്യം ദൈവത്തിന്റെ പ്രതിപുരുഷനല്ല. തെയ്യം ദൈവമാണ്. ദൈവം എന്ന വാക്കിന്റെ ഒരു വകഭേദമാണല്ലോ തെയ്യം. തെയ്യം തന്നെയാണല്ലോ ദൈവം. ദൈവം തന്നെയാണ് തെയ്യം. അപ്പം തെയ്യം കെട്ടി നിൽക്കുകയാണ് ആര്? കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടിച്ചാത്തൻ. ആ പീഠത്തിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ വിശേഷിക്കുക എന്നാ പറയാ. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, ഞാൻ തന്നെയല്ലേ ശബരിമലയിൽ ശാസ്താവായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞ തവണ എന്നോട് ഇത് പറഞ്ഞു, ഇത്തവണയും പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എന്നോട് വളരെയധികം തർക്കിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, നിങ്ങൾ വെറുതെ വേണ്ടാത്ത പറയുന്നു. അയാൾ വലിയ വിശ്വാസമാണ് ഈ തെയ്യത്തിൽ. എന്തോ ഒരു അത്ഭുതം അദ്ദേഹം ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കേൾക്കാൻ, തെയ്യത്തിൻ്റെ ശാസ്താവ്. അപ്പം എനിക്കിതിൽ അത്ഭുതമില്ലല്ലോ. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് കേൾക്കുക, അയാൾ എന്നെ അങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ ഇത് ശരിക്കുള്ളതാണല്ലേ. ഞാൻ എന്തോ ഉണ്ടാക്കിയ കഥ പോലെയാണ് ശാസ്താവ് ചാത്തനാണെന്ന്. തെയ്യക്കോലം പറയുന്നുണ്ടല്ലോ. എന്തിന് ശബരിമലയിൽ തെയ്യം കെട്ടി ആടിയില്ലേ കരിങ്കുട്ടി ചാത്തൻ്റെ? എന്തിനാ അത് ആടുന്നത്? ശബരിമലയിൽ കരിങ്കുട്ടി ചാത്തൻ്റെ തെയ്യം കെട്ടി ആടിയ ചിത്രങ്ങളുണ്ടല്ലോ. എൻ്റെ ബുക്കിൽ തന്നെ ആ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തിനാ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതെ അതെ. അതുപോലെ തന്നെ ശബരിമലയിൽ നിൽക്കുന്ന മാളികപ്പുറത്തമ്മ ശരിക്കും ആരാണ്? രണ്ട് മൂന്ന് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഐതിഹ്യപരമായിട്ട് മാളികപ്പുറത്തമ്മ ആരാണ് ശരിക്കും? മാളികപ്പുറത്തമ്മ എന്ന പേരെടുക്കുകയാണെങ്കിൽ മാളികപ്പുറത്ത് വെച്ച് ആരാധിച്ച ദേവിയാണ്. ആര്? പന്തളം കൊട്ടാരം. അവർ മാളികപ്പുറത്ത് വെച്ച് ആരാധിച്ച ദേവി അവരുടെ കുലപര ദേവതയായിട്ടുള്ള, അവരുടെ തേവാരത്തിൽ അവർ കാണുന്ന മധുര മീനാക്ഷിയാണ്. അതുകൊണ്ട് പന്തളം കൊട്ടാരത്തിൻ്റെ അഭിപ്രായം ചോദിച്ചാൽ അവർ പറയാ ഇത് മധുര മീനാക്ഷിയാണ് അവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്. അയ്യപ്പൻ്റെ കാമുകിയല്ല. മാളികപ്പുറം സിനിമ വന്നപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ അന്ന് തുടക്കത്തിലൊരു ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞ സമയത്ത് പല ആളുകളും എന്നെ ഈ പറഞ്ഞ പോലെ ചീത്ത എഴുതി. കാരണം നമ്മളെ കേട്ട ശീലം അയ്യപ്പനും മാളികപ്പുറത്തമ്മയും, ഈ പറഞ്ഞ മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. കന്നിസ്വാമി മലയൂട്ടിയില്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാവുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കന്നിസ്വാമി മലയ്ക്ക് പോകുമ്പോൾ അയ്യപ്പനെ തൊഴുതിട്ട് മാളികപ്പുറത്തമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ മാളികപ്പുറത്തമ്മ ഇങ്ങനെ നോക്കണ്ടേ, ഇവനാണ് എൻ്റെ കല്യാണം മുടക്കാൻ വന്നത്.
മാളികപ്പുറത്തമ്മ അവനെ അനുഗ്രഹിക്കണോ വേണ്ടേ? അനുഗ്രഹിക്കില്ലല്ലോ കാരണം ഇവൻ കാരണമാണല്ലോ കല്യാണം നടക്കാത്തത്. ദൈവമേ വീണ്ടും മനസ്സിലായില്ലേ? ഇതൊരു ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മാളികപ്പുറത്തമ്മേൻ്റെ അടുത്ത് കന്യാസ്വാമി പോയി പ്രാർത്ഥിക്കാൻ പാടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, മഞ്ചമാതാവേ എന്ന് പറഞ്ഞ് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് അതൊരു ഗോസിപ്പാണ്. അതാണ് ഞാൻ അന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അന്ന് ഭയങ്കരമായി ചീത്ത വിളിച്ചു, ഭയങ്കര പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് മാളികപ്പുറം സിനിമയിൽ വന്നപ്പം മാളികപ്പുറം സിനിമയിൽ അത് കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞു. പന്തളം കൊട്ടാരത്തിന് അഭിപ്രായത്തെ കാണിച്ചു. മാളികപ്പുറത്തമ്മ അയ്യപ്പൻ അമ്മയാണ് എന്ന് പറഞ്ഞു. അമ്മയാണെന്നുള്ള ലക്ഷണം ശബരിമലയിൽ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാളികപ്പുറത്തമ്മ പന്തളം കൊട്ടാരം അവിടേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് പാണ്ഡ്യന്മാരാണല്ലോ, അവരിവിടേക്ക് വരുന്നതിന് മുമ്പ് ശബരിമലയിൽ ശാസ്താവും ഉണ്ട്, മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന സ്ഥാനത്ത് ദേവിയുണ്ട്. അത് കൊട്ടറവയാണ്, അത് വേറെ ആരുമല്ല, അത് ഐരമലയിൽ കൊട്ടറവയാണ്. ആ കൊട്ടറവയെ തന്നെയാണ് അവിടെ ആരാധിച്ചുകൊണ്ട് കാളിയാണ്, അതിലൊരു സംശയമില്ല. അത് നമ്മൾ നീലക്കരിങ്കാളി എന്നൊക്കെ പറയുന്നത്, നീലി എന്നൊക്കെ വിളിക്കുന്ന നീലി കാളി ഭേദമില്ല എന്നാ പറയാം. ആ കരി നീലിയാണ്, അതിലൊരു സംശയമില്ല. അത് ആ പേര് നോക്കിയാൽ മനസ്സിലാവും, കരിമല നീലിമല. അപ്പോൾ കരിമലയും നീലിമലയും, കരിമലയും നീലിമലയും, കരിമല ചവിട്ടി നീലിമല കയറുമ്പോൾ അതിന് മേലെ ഇരിക്കുന്ന ശാബരം എന്നാണ് പറയുക. ശാബരം വെച്ചാൽ വനവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്ന ദേവതയാണ് ഐരമല കൊട്ടറവയാണ്. എൻ്റെ ചിലപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഉള്ളിൽ തോന്നിയൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഓരോ സ്ഥലത്ത് വിഗ്രഹങ്ങൾ, ഇപ്പോൾ നമുക്കൊരു കൃഷ്ണൻ്റെ അമ്പലം നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ ഭഗവാൻ എവിടെ ഇരുന്നാലും നമ്മൾ ആത്മാർത്ഥമായി വിളിച്ചാൽ വിളി കേൾക്കുന്നതാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തൊരു അമ്പലങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ, അല്ലെങ്കിൽ അത്ര പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട്, പ്രശസ്തമല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, കുടുംബക്ഷേത്രങ്ങൾ വരെയുണ്ട്, എല്ലായിടത്തും ഇരിക്കുന്നത് ദൈവങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എല്ലാവരും അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കല്യാണം അവിടെ വെച്ച് നടത്തിയാൽ നല്ലത് അങ്ങനെ പറയാൻ കാരണം? ഭഗവാൻ എല്ലായിടത്തും ഒന്ന് തന്നെയല്ലേ? അതെ, നല്ല ചോദ്യമാണ്. ഞാൻ ഇടയ്ക്ക് ഗുരുവായൂരിലേക്ക് പോകുന്ന സമയത്ത് പാറപ്പുറത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രം അറിയാം, ഒരു പാറപ്പുറത്ത് തന്നെയാണ്. പാറപ്പുറത്ത് തന്നെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ചിന്തിക്കും, ഗുരുവായൂരപ്പൻ കുറച്ച് ദൂരമാണ്, ഈ ക്ഷേത്രം ആ ക്ഷേത്രം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ആരെയും കാണൂല. ഇവിടെ ചിലപ്പോൾ ദിവസം പോകുന്ന ആളുകളുണ്ടാവും, പക്ഷെ ഗുരുവായൂരിലെ തിരക്കെന്തായാലും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം, അവിടെയും നീ തന്നെയല്ലേ കൃഷ്ണ, ഇവിടെയും നീ തന്നെയല്ലേ, ഇവിടെ എന്താ തിരക്കില്ലാത്ത അവിടെ എന്താ തിരക്കുള്ളത് എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട്. അത് മഹാക്ഷേത്രങ്ങളുടെ സങ്കല്പം ആര് ചെയ്തു എന്നുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത, ആരാണത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, അല്ല എങ്ങനെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. എനിക്കൊരു ക്ഷേത്രം ഉണ്ടാക്കാം, എൻ്റെ യോഗബലം കൊണ്ടാണ് ഞാനൊരു ക്ഷേത്രം ഉണ്ടാക്കുന്നത്. അതിൻ്റെ പവറേ ആ ക്ഷേത്രത്തിന് ഉണ്ടാവുള്ളൂ, ആ മൂർത്തിക്ക് ഉണ്ടാവുള്ളൂ. നമുക്കൊരു ഒരു ഒരു വാക്യമുണ്ട്, അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്നാണ് വാക്ക്. അർച്ചകന്റെ പ്രഭാവം കൊണ്ട് ശില ശങ്കരനായി ഭവിക്കുന്നു. ശില ശങ്കരനായി ഭവിക്കുന്നത് ശിവന്റെ പ്രഭാവം കൊണ്ട് എന്നല്ല പറഞ്ഞേ, അർച്ചിക്കുന്നവന്റെ പ്രഭാവം കൊണ്ട്. എനിക്ക് കാപ്പബിലിറ്റി ഉണ്ട്, എൻ്റെ യോഗബലം അത്രയുണ്ട്, ഞാൻ സാധന ചെയ്ത് അത്രയും വർദ്ധിച്ച ഒരാളാണ്. ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രം തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ പ്രസക്തി ഉള്ളതായി മാറും. നാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചു. ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം മുഴുവൻ ഇരിക്കുന്ന നാരായണ ഗുരുദേവനില്ല. നാരായണ ഗുരുദേവൻ കേരളം മുഴുവൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവക്ഷേത്രങ്ങളെ നോക്കിയാൽ വളരെ ചൈതന്യവത്താണെല്ലാം. ആ ചൈതന്യം ഒരു യുഗപുരുഷന്റെ ചൈതന്യമാണ്. ആ യുഗപുരുഷൻ അത് ചെയ്തതുകൊണ്ടാണ്. ആർക്ക് വേണമെങ്കിൽ പ്രതിഷ്ഠ നടത്താം. പ്രതിഷ്ഠ നടത്താൻ എന്താ ബുദ്ധിമുട്ട്? ഇത് പഠിച്ചാൽ മതി. ആർക്ക് വേണമെങ്കിൽ പ്രതിഷ്ഠ നടത്താം. പഠിച്ചാൽ ആർക്ക് വേണമെങ്കിൽ ടെക്നിക്കലി ചെയ്യാം. പക്ഷെ അതിന് ചൈതന്യം ഉണ്ടാവുന്നത് ആര് എപ്പോൾ ഏത് സമയത്ത് പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ആ ചൈതന്യം മുഴുവൻ അവിടെ നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട യോഗികളുടെയും ആളുകളുടെയും ഒക്കെ ഒരു വലിയ സമർപ്പണം കൊണ്ടും അവരുടെ ഒരു യൗകികമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അത്. തീർച്ചയായും അതുകൊണ്ടാണല്ലേ എനിക്ക് എപ്പോഴും തോന്നുന്നു, എൻ്റെ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത്രയും തിരക്കുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് നിന്ന് തൊഴുമ്പോൾ നമ്മുടെ അടുത്തും കൃഷ്ണന്റെ വിഗ്രഹമുണ്ട്, നല്ല ചൈതന്യത്തിൽ വിളക്കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ തൊഴുതാൽ പോരെന്നൊരു തോന്നൽ ഇപ്പോഴും വരാറുണ്ട്. ഇതുകൊണ്ടാണ് അവിടെ തൊഴുതാൽ മതി ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ തൊഴുതാൽ മതി. അതെ, പക്ഷെ അവിടുത്തെ അനുഭവം അല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും സാറിന് കുറെ നാളായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. കുറച്ച് നേരം കൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ എന്തായാലും പങ്കുവെക്കാൻ പറ്റി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും മുമ്പോട്ടുള്ള യാത്രകളിൽ ഒരുപാട് പേർക്ക് ഇതുപോലെ
വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ. പലരുടെയും സംശയങ്ങൾക്ക് എന്താ പറയുക ഒരു ഉത്തരവായി മാറട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങളും നേരെയാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.